407 നിര്യാതനായ ഒരു മഹാപണ്ഡിതൻ പറഞ്ഞൊരു സംഭവം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. അൽ ഹാഫിൽ അബൂ സഈദ് അബ്ദുറഹ്മാൻ നൈസാബൂരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് ഷറഫുൽ മുസ്തഫ. അതിന്റെ 2ാം വാള്യം 250 പേജിൽ പറഞ്ഞ ഒരു സംഭവം ഉദ്ധരിക്കുകയാണ്. കഅബ അന്ത്യനാളിൽ അള്ളാഹുവിനോട് സംസാരിക്കും. മാഷാ അല്ലാഹ്, നമുക്കൊക്കെ ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കഅബ അള്ളാഹുവിനോട് സംസാരിക്കും, ഇറങ്ങി വരും. പല കാര്യങ്ങൾ പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഅബ പറയും, അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കാൻ എനിക്ക് അനുമതി നൽകണേ റബ്ബേ എന്ന് കഅബ അള്ളാഹുവിനോട് ചോദിക്കും. അനുമതിക്കായി ചോദിക്കും. അള്ളാഹുവിന്റെ അനുമതി ലഭിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്തെത്തിയാൽ ഹബീബായ പ്രവാചകരോട് കഅബ ശരീഫ് പറയും, 3 വിഭാഗത്തെ പറ്റി താങ്കൾ ദുഃഖിക്കേണ്ട നബിയേ, അവർക്ക് ഞാൻ ശുപാർശ ചെയ്യാം നബിയേ. ഹബീബിങ്ങളെ, മനസ്സൊന്ന് പൊട്ടണം. കേരളത്തിലെ വിദേശത്തെ ഏതോ ഗ്രാമത്തിലിരുന്ന് ഏതോ റൂമിലിരുന്ന് കേൾക്കുന്നവരെ നിങ്ങളെ ആരും കാണുന്നില്ല. കുടുംബസമേതം കേൾക്കുന്നവരുണ്ട്. അല്ലാഹുവേ, കുടുംബസമേതം മക്കയിൽ അവരെ എത്തിക്കണമേ. ഒറ്റക്ക് കേൾക്കുന്നവരുണ്ട് റബ്ബേ, അവരെയും എത്തിക്കണമേ റബ്ബേ. നോക്കൂ, കഅബ പറയുകയാണ് മുത്തുനബിയോട്, 3 വിഭാഗത്തെ പറ്റി താങ്കൾ ദുഃഖിക്കേണ്ട നബിയെ, അവർക്ക് ഞാൻ ശുപാർശ ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിലൊന്നാമത്തെ ആള് എന്നെ തവാഫ് ചെയ്തയാളാ. എന്നെ തവാഫ് ചെയ്തവർക്ക് ഞാൻ ശുപാർശ ചെയ്യും. 2, വീട്ടിൽ നിന്ന് പുറപ്പെട്ട് എന്നിലേക്ക് എത്തിച്ചേരാത്തവനാണ്. ഹജ്ജിനോ ഉംറയ്ക്കോ പോയിട്ട് ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് എന്നിലേക്ക് എത്തിച്ചേരാത്തവനാണ്, അവനും ഞാൻ ശുപാർശ ചെയ്യും. ഇനി നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയട്ടെ. 3ാമത്തെ ആള് എന്റെ അരികിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്, എന്നെ ലക്ഷ്യം വയ്ക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ അതിന് മാർഗമില്ലാത്തവനാണ്. മക്കത്ത് പോകാൻ വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ കയ്യിൽ പണമില്ല. ആ 3ാമത്തെ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ അള്ളാഹിനോട് പറയും, ഞാൻ അയാൾക്ക് ശഫാഅത്ത് ചെയ്യുമെന്ന് പറയും നബിയേ എന്ന് കഅബ ശരീഫ് മദീനയിൽ വന്ന് പറയും. മദീനത്തേക്ക് എങ്ങനെയാണ് കഅബ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഉദ്ധരിച്ചത് ഷറഫുൽ മുസ്തഫയുടെ 2ാം വാള്യം 250 പേജിൽ അൽ ഹാഫിൽ അബൂ സഈദ് അബ്ദുറഹ്മാൻ നൈസാബൂരിയാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. ഈ 3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞ, അത് കഅബ വന്ന് സംസാരിച്ച കാര്യങ്ങളാണ്, അത് വിഷയമല്ല. ഏത്? എന്നെ തവാഫ് ചെയ്തവനും എന്നിലേക്ക് എത്തിച്ചേരാത്തവനും, അതായത് വഴിയിൽ കുടുങ്ങിപ്പോയാൽ, എനിക്ക് വരാൻ ആഗ്രഹമുണ്ട് പൈസ ഇല്ലാത്തവനും, അതല്ല നമ്മുടെ വിഷയം. കഅബ വന്ന് മദീനത്തേക്ക് വരുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അഭിപ്രായം. ഇനി അന്ത്യനാളായാലും, ഇത് അന്ത്യനാളോട് അടുത്ത സമയത്താണ്, കഅബയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാഹു ഉയർത്തും. യാ അല്ലാഹ്, പാലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാഹു കഅബയെ ഉയർത്തും. പക്ഷെ അത് കൊണ്ടുപോകുമ്പോൾ അൽ മദീനത്തുൽ മുനവ്വറ മലൈക യാ റസൂലല്ലാഹ് എന്ന് കഅബ മദീനത്തെ മുത്തുനബിയോട് സലാം പറയും. ഈ ഇപ്പൊ ഉദ്ധരിച്ച ഒരു സംഭവങ്ങൾ മുമ്പ് കേൾക്കാത്തതല്ലേ, ഒന്ന് പറയട്ടോ. അപ്പൊ റസൂലുള്ള സലാം പറയുമ്പോ അപ്പൊ എന്റെ ഹബീബ് ചോദിക്കും, എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് കഅബ, എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ പറയും, താങ്കളുടെ ഉമ്മത്തിൽ നിന്ന് എന്നിലേക്ക് എത്തിച്ചേർന്നവരുടെ കാര്യത്തിൽ ഞാൻ ഉത്തരവാദിയാണ് നബിയേ. ഇവിടെ എന്റെ അരികിലേക്ക് വരാത്തവരുടെ കാര്യത്തിന് അങ്ങാണ് ഉത്തരവാദി നബിയേ എന്ന് കഅബ മറുപടി പറയും.